നാളെ മുതൽ നിരവധി സാമ്പത്തിക മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരികയാണ്. പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2025-26 സാമ്പത്തിക വർഷത്തെ ആദായനികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്നവർ ജൂലൈ 31 മുൻപായി റിട്ടേൺ സമർപ്പിക്കേണ്ടതുണ്ട്. ഈ തീയതിക്കുള്ളിൽ ഫയൽ ചെയ്തില്ലെങ്കിൽ പിഴ ഈടാക്കും. ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള രജിസ്റ്റർ ചെയ്ത ഇമെയിൽ വിലാസം ആധാർ മൊബൈൽ ആപ്പ് വഴി തിരുത്തുന്നത് ജൂലൈ 1 മുതൽ ഡിസംബർ 31 വരെ പൂർണ്ണമായും സൗജന്യമായിരിക്കും. മുൻപ് ഈ സേവനത്തിനായി ഉപഭോക്താക്കൾ 75 രൂപ ഫീസ് നൽകണമായിരുന്നു. ജൂലൈ 1 മുതൽ പാസ്പോർട്ടിന് അപേക്ഷിക്കുന്നവർ ഉയർന്ന ഫീസ് നൽകേണ്ടി വരും. ബാങ്കുകൾ തെറ്റായ വിവരങ്ങൾ നൽകി സാമ്പത്തിക സേവനങ്ങൾ നൽകുന്നത് തടയാനും ഉപഭോക്താക്കളെ ചൂഷണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനുമായി റിസർവ് ബാങ്ക് പുതിയ മാർഗനിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നു. പുതിയ ചട്ടങ്ങളനുസരിച്ച് തെറ്റായ വിവരങ്ങൾ നൽകിയോ അന്യായമായ രീതിയിലോ അനുയോജ്യമല്ലാത്ത സാമ്പത്തിക ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് വിറ്റിട്ടുണ്ടെങ്കിൽ അവർക്ക് അടച്ച മുഴുവൻ തുകയും തിരികെ ലഭിക്കാൻ അർഹതയുണ്ടാകും. കൂടാതെ ഇതുമൂലം എന്തെങ്കിലും സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള നഷ്ടപരിഹാരവും ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നതാണ്. ന്യൂസ് ഡെസ്ക് TCV.